ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ ഏകദേശം അവസാനമായി നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുക എന്നത്. സാധാരണ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ, അതായത് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/dit A ഇൻറ്റു adj എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ, അതായത് നമുക്ക് അഡ്ജോയിൻ മെട്രിക്സ് കണ്ടുപിടിക്കണം, കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം, വേണമെങ്കിൽ മൈനർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്രയൊന്നും സ്റ്റെപ്പ് നിങ്ങൾ പോകാതെ ഡിറ്റർമിനന്റ് വാല്യൂ മാത്രം കണ്ടുപിടിച്ച് കേവലം ഒരേ ഒരു സ്റ്റെപ്പിലൂടെ മാത്രം എങ്ങനെ നമുക്ക് ഇൻവേഴ്സ് കണ്ടെത്താം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു ഉറപ്പിക്കാനായിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ആ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അത് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മെട്രിക്സിലെ എലമെന്റ്സിനെ അതേപോലെ ഇങ്ങോട്ടേക്ക് പകർത്തി എഴുതുക. അതിനുശേഷം ആദ്യത്തെ 2 കോളം അതിലെ എലമെന്റ്സിനെ ഇതിന്റെ വലതുവശത്തേക്ക് എഴുതുക. അതിനുശേഷം ഈ 2 റോ മാത്രം കൺസിഡർ ചെയ്യുക. ഈ 2 റോ താഴേക്ക് ഇറക്കി എഴുതുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഈ ഒരു കോളവും ഈ ഒരു റോയും നമ്മൾ ഒഴിവാക്കുക. അതിനുശേഷം ഇത്രയും എലമെന്റ്സ് നമുക്ക് കാണാമല്ലോ. ഇതിനെ ചെയ്യേണ്ടത് ഡയഗണലായി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ചെയ്യുക, സാധാരണ നമ്മൾ ഡിറ്റർമിനന്റ് കാണാൻ ചെയ്യുന്നത് പോലെ. ശേഷം പുതിയൊരു മെട്രിക്സ് അത് വെച്ച് നമ്മൾ ഫോം ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഇവിടെ നമുക്ക് 10 കിട്ടും. 10 മൈനസ് 0 ഇൻറ്റു 4 വരുമ്പോൾ 0, അത് നമുക്ക് 10 തന്നെ കിട്ടും. അതേപോലെ അടുത്ത നമ്പേഴ്സ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ 0 മൈനസ് 10 ആണ്, നമുക്കത് -10 എന്ന് കിട്ടും. പക്ഷെ നോക്കിക്കോളൂ, അത് എഴുതേണ്ടത് കോളം വൈസ് അല്ല, നമ്മൾ എഴുതുന്നത് റോ ആണ്. കാരണം നമ്മുടെ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ റോ ആയിട്ടാണ് എഴുതാൻ പോകുന്നത്. 0 -10 എന്ന് വരും, അത് -10 ആണ്. അതേപോലെ ഇത് നോക്കുക, 8 മൈനസ് 6 വരും, അത് നമുക്ക് 2 എന്ന് കിട്ടും. ഇതേപോലെ ബാക്കിയുള്ള കോളങ്ങളും നമുക്ക് കൺസിഡർ ചെയ്യാം. ബാക്കി വരുന്ന 2 റോയും നമുക്ക് ഫില്ല് ചെയ്യാം. ഇത്രയും എഴുതിയ ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, ഇതിന്റെ ഫ്രണ്ടിൽ 1/, നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ ആയ 10 കൂടി കൊടുക്കുക. ഇപ്പോൾ ഈ കിട്ടിയതാണ് നമ്മൾ ആദ്യം കണ്ട ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ്. ഇതുപോലെ വളരെ കുറഞ്ഞ സ്റ്റെപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതുപോലെ വളരെ രസകരമായി നിങ്ങൾക്ക് മാത്സ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ടഫ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ സംരംഭമായ ലേൺ 360 പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്യൂഷനുകൾ അവൈലബിൾ ആയിരിക്കും. അതിനായി ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.